നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഗുണ്ടാ വിളയാട്ടം ശക്തമാകുന്നുവെന്ന ആരോപണം, പരാതി പല സമയത്തായി ഉയർന്നു കേൾക്കുന്നതാണ്. അതിനാക്കം വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിലുണ്ടായത്. നഗരത്തിൽ ജനങ്ങൾക്കെന്നല്ല പോലീസിന് പോലും സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. നഗരത്തിലെ പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണിയാണ് ഗുണ്ടകളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതും ഒരു ബർത്ത്ഡേ പാർട്ടി അലങ്കോലമാക്കിയതിന്റെ പ്രതികാരം. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കഴിഞ്ഞ ദിവസം ഗുണ്ടാ നേതാവിന്റെ ആവേശം മോഡൽ സിനിമാ സ്റ്റൈൽ പിറന്നാൾ ആഘോഷം പൊളിച്ചടുക്കിയ പോലീസിന്റെ നടപടിക്കെതിരെയാണ് ഭീഷണി സന്ദേശവുമായി രംഗത്തെത്തിയത്. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അപ്രതീക്ഷിത ഭീഷണി കോളെത്തിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും തൃശൂർ കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി. പിറന്നാൾ ആഘോഷം നടത്തിയ തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടയാണ് ഭീഷണി ഉയർത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന്റെ ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നു. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഈ കോളെത്തിയത്. എന്നാൽ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച ഫോൺ കോൾ നമ്പർ മാറി വെസ്റ്റ് സ്റ്റേഷനിലേക്ക് വന്നതാണെന്നാണ് കരുതുന്നത്. ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ച് പ്രതിയുടെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടുമെന്ന് പോലീസ് സൂചന നൽകുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു വടക്കുന്നാഥ ക്ഷേത്രത്തിന് തെക്കേ ഗോപുര നടയ്ക്ക് സമീപത്ത് ആവേശം മോഡലിൽ ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. മൈതാനത്ത് പിറന്നാൾ ആഘോഷം നടത്താനും ഇത് സമൂഹമാധ്യമങ്ങളിലടക്കം വീഡിയോ റീൽസുകളായി പ്രചരിപ്പിക്കാനുമായിരുന്നു തീക്കാറ്റ് സാജന്റെ ഫാൻസിന്റെ പദ്ധതി. എന്നാൽ ഫാൻസായി എത്തിയതാകട്ടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിപ്പട്ടാളവും. കൃത്യസമയത്ത് ഇത് മനസ്സിലാക്കി പോലീസ് എത്തി ആഘോഷം മുടക്കി. വിവരമറിഞ്ഞെത്തിയ പോലീസ് 32 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. സംഘത്തിൽ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു ഏറ്റവും അധികം. 17 പേരായിരുന്നു പ്രായപൂർത്തിയാകാത്തവർ. +2-നും മറ്റും പഠിക്കുന്ന കുട്ടികൾ. ഇവരെ താക്കീത് ചെയ്ത് മാതാപിതാക്കൾക്കൊപ്പം തന്നെ പറഞ്ഞയച്ചു. ബാക്കിയുണ്ടായിരുന്ന 15 പേരുടെ പേരിൽ കേസെടുത്ത ശേഷം പറഞ്ഞുവിട്ടു. ഇവരിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട നിരവധി ആളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്തായി പുറത്തിറങ്ങിയ ഫഹദ് ഫാസിലിന്റെ ആവേശം സിനിമാ മോഡലിൽ പിറന്നാൾ കേക്കുമായി കാത്തിരുന്ന സംഘത്തെയാണ് പോലീസ് കൈയോടെ പിടികൂടി ഈ വിവരം പുറംലോകത്തെ അറിയിച്ചതും തൊട്ടു പിന്നാലെ ഭീഷണിയുമായി ബന്ധപ്പെട്ടുള്ള പൊല്ലാപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.